Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ആദരണീയരായ പ്രിയപ്പെട്ട എൻ്റെ പഠിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ അല്പാൽപമായ ചില ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 സിറ്റിങ്ങുകളിലൂടെയായി ഇഹ്റാമുമായി ബന്ധപ്പെട്ടതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിച്ചത്. മീഖാത്തിനെ കുറിച്ച് പരാമർശിച്ചു. അതുപോലെ തന്നെ ശുറൂത്തുകളും വാജിബാത്തുകളും നമ്മൾ പറഞ്ഞു. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വിശദീകരിച്ചു. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജി, അത് ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കർമ്മം, അഥവാ ഉംറയാണെങ്കിൽ ഉംറ, ഹജ്ജ് കർമ്മമാണെങ്കിൽ ഹജ്ജ്, അത് പൂർണ്ണമായി ചെയ്ത് തീർക്കുന്നതിൻ്റെ ഇടയിൽ ഇഹ്റാമിൻ്റെ കാലയളവിൽ നമുക്ക് പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു നോമ്പെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമസ്കാരത്തിൽ പ്രവേശിച്ച ഒരാൾ തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ ചില കാര്യങ്ങളൊക്കെ പാടില്ലാത്തതുണ്ട്. ഇതുപോലെ ഇഹ്റാമിൽ ഉംറയ്ക്കും ഹജ്ജിനും വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അയാൾ കർമ്മത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അയാൾക്ക് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് 2 കാറ്റഗറിയായി 3 രീതിയിൽ അതിനെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, ജനറലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഇഹ്റാമിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നോ ഹജ്ജൻ എന്നോ പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശരീരത്തിലുള്ള മുടികളൊന്നും തന്നെ പിന്നീട് നീക്കാൻ പാടില്ല. മുടി വെട്ടുകയോ രോമങ്ങൾ വടിക്കുകയോ ഇതൊന്നും തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ അയാൾ നഖം മുറിക്കുവാൻ, കയ്യിലെയും കാലിലെയും നഖം മുറിക്കുവാൻ പാടില്ല. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ. എന്നാൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. അവർക്ക് ഏത് വസ്ത്രവും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം തുന്നിയ വസ്ത്രങ്ങൾ എടുക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി അവർക്ക് നിഖാബ്, അതുപോലെ തന്നെ ഗ്ലൗസ്, ഇതൊന്നും തന്നെ ധരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പരിധിയില്ല, ഏതും അവർക്ക് ആകാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ വേട്ടയാടാൻ പാടില്ല. അതുപോലെ തന്നെ നിക്കാഹ്, വിവാഹം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാനോ നടത്താനോ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല. ഇതൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ ഒരാൾ ബോധപൂർവം ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. അയാൾ മനഃപൂർവം അയാൾ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഗൗരവമായ പ്രായശ്ചിത്തം, പ്രതിവിധി നൽകേണ്ടതും റബ്ബിനോട് മാപ്പിരക്കേണ്ടതും അതുപോലെ തന്നെ തൗബ ചെയ്യേണ്ടതുമാകുന്നു. ഇനി
മനഃപൂർവ്വമല്ലാതെയാണ് ഇത് സംഭവിച്ചത് എന്ന് വിചാരിക്കുക. എന്നാലും അവർ പാപികളാണ്, ഫിദിയ നൽകി അതിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫിദിയ, എങ്ങനെയാണ് ഫിദിയ, എവിടെ വെച്ചാണ് ഫിദിയ നൽകേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ്. അത് പല രീതിയിലാണ്. അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് കൊണ്ട് ഫിദിയയുടെ വിഷയത്തിലും മാറ്റമുണ്ട്. ഉദാഹരണത്തിന്, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. തഹല്ലുലുൽ അവ്വൽ ആകുന്നതിൻ്റെ മുമ്പ്, ആദ്യത്തെ തഹല്ലുലിൻ്റെ മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശക്തമായ പ്രായശ്ചിത്തം, ഫിദിയത്ത് നൽകണം. ഒരു ഒട്ടകത്തെ തന്നെ ബലിയറുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി മറ്റൊന്ന്, ഒരാൾ ഒരു വേട്ടയാടി, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ വേട്ടയാടുകയും മൃഗങ്ങളെ പിടിക്കുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് തുല്യമായ വിലയുള്ള വസ്തുക്കളെ വാങ്ങി ബലി നൽകേണ്ടതാകുന്നു. അതുപോലെ തന്നെ ഇനി അതല്ല, മറ്റൊരാൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇഹ്റാമിൻ്റെ നിയ്യത്ത് വെച്ചതിന് ശേഷം അയാൾ തടി രോമങ്ങൾ വെട്ടുകയോ നഖം മുറിക്കുകയോ തലമുടി വെട്ടുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അയാൾക്കുള്ള പ്രായശ്ചിത്തമായി 3 കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഒരു ആടിനെ ബലിയറുക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ 6 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ 3 ദിവസത്തെ നോമ്പെടുക്കേണ്ടതുണ്ട്. ഈ 3 ഫിദിയത്തുൽ അദാ എന്നാണ് അതിന് പറയാറുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായ കർമ്മങ്ങൾ അഥവാ അവർ തഹല്ലുലുൽ അവ്വലിൻ്റെ മുമ്പ് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയോ ലൈംഗിക ബന്ധമുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ നിർബന്ധമായും ആ ഹജ്ജ് അടുത്ത വർഷം അവർ നോറ്റുവീട്ടുക എന്നുള്ളത് നിർബന്ധവുമാകുന്നു. അവരുടെ ഹജ്ജ് കർമ്മം അതല്ല എങ്കിൽ ബാത്തിലായി, പ്രായശ്ചിത്തം അവർ നൽകിയിരിക്കണം. പകരം മറ്റൊരു ഹജ്ജിൽ അയാൾ പങ്കെടുക്കുകയും ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ നമസ്കാരത്തെ പോലെ അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ഇഹ്റാമിൽ പ്രവേശിച്ചു. അതിൻ്റെ തസ്ലീം സലാമോടുകൂടി തഹല്ലുലായി. അതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കുവാൻ പാടില്ല, നമസ്കാരത്തിൽപ്പെടാത്ത ചലനങ്ങളുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമുക്കറിയാം. ഇതുപോലെ അതുണ്ടായാൽ നമസ്കാരം ബാത്തിലായി. ഇതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കുന്നതിൻ്റെ മുമ്പ് പാടില്ലാത്ത കാര്യങ്ങൾ അത് പല രീതിയിലുണ്ട്. പുരുഷന്മാർക്ക് മാത്രമുള്ളത് തുന്നിയ വസ്ത്രം ധരിക്കുക, തുന്നിയ വസ്ത്രം കൊണ്ട് ധരിക്കുന്ന അവിടെ ബോഡി ഷേപ്പിലുള്ള പാൻറ്, കോട്ട്, ഷർട്ട്, റെഡ്ഡി പോലെ തൊപ്പി പോലെയുള്ള വസ്തുക്കൾ. എന്നാൽ സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ആകാവുന്നതാണ്. നഖം മുറിക്കുവാൻ പാടില്ല, രോമങ്ങൾ എടുക്കുവാൻ പാടില്ല, മുടി വെട്ടുവാൻ പാടില്ല. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ കണ്ടാൽ അത് എടുക്കുവാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഗുരുതരമായ തെറ്റ് ലൈംഗിക ബന്ധം ഏർപ്പെടുകയോ നിക്കാഹിൽ ഉണ്ടാകുകയോ ചെയ്താൽ ഇഹ്റാമിൻ്റെ കാലയളവിലാണ് ചെയ്തതെങ്കിൽ വലിയ പ്രായശ്ചിത്തം നൽകണം. നഖം വെട്ടുകയോ മുടിയെടുക്കുകയോ പോലെയുള്ളതാണ് എങ്കിൽ അതിന് ഫിദിയത്തുൽ അദാ എന്ന 3-4 കാര്യം, അറിവ്, ആടിനെ അറുക്കുക, അതല്ല എങ്കിൽ 6 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക, അതല്ല എങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. വേട്ടയാടുന്നുവെങ്കിൽ വേട്ടയാടി പിടിച്ച മൃഗത്തിന് തത്തുല്യമായ വില ഫിദിയയായി നൽകേണ്ടതാകുന്നു. അപ്പോൾ വളരെയധികം ഗൗരവമായി ആരാധനകളെക്കുറിച്ച് പഠിച്ച് അത് വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഉംറയും കർമ്മവും നിർവഹിക്കുക. അത് പാലിക്കുമ്പോഴാണ്
ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ മബ്റൂറായ ഗണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അതാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.